അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി റാത്തല്ല? ഇൻഷാല്ലാ ഒരുപാട് കാലമായല്ലേ വീഡിയോസൊക്കെ വന്നിട്ട്. ഇൻഷാല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷേ ചില തിരക്കുകളൊക്കെ കാരണം ഇടാൻ പറ്റാറില്ല. എന്തായാലും ഇൻഷാല്ലാ ഇന്നും ഒരു ചെറിയൊരു അറിവ് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൽമുകൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ഞാൻ പറയുന്നതിനെ നിങ്ങൾ കേൾക്കുന്നതിനെ സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹദീസിൽ വന്ന ഒരു ചെറിയ ഒരു ഹദീസാണെങ്കിലും ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന, സ്വർഗത്തിലേക്ക് വരെ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു 4 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഥവാ ഒരു അഭിസംബോധന നടത്തി പറയുന്നുണ്ട്, നിങ്ങൾ എന്താക്കുക, 4 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായിട്ടും പറയുന്നത്. അത് കാരണം സ്വർഗത്തിലേക്ക് വരെ പോകാൻ പറ്റുമെന്നുള്ള നിലക്ക്, അഥവാ അത്രത്തോളം മഹത്തായ 4 കാര്യങ്ങളാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് കാരണമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കാരണമായേക്കാവുന്ന 4 കാര്യങ്ങൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ സലാം വ്യാപിക്കുക എന്നുള്ളതാണ്. അഫ്ശുസ്സലാമ ബൈനക്കും. ഒരുപാട് നമ്മൾ കേട്ടതാണ്, കാണുമ്പോഴൊക്കെ എന്താക്കുക, സലാം പറയുക. ഏറ്റവും നല്ല ഒരു അഭിവാദ്യവും അതേപോലെ തന്നെ അഭിസംബോധന ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ് സലാം പറയുക എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തത് എന്തെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ കഴിയാത്തവർക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യക്കാരായ ആൾക്കാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അങ്ങനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് ഭക്ഷണം നൽകുക, ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുടുംബബന്ധം ചേർക്കാനാണ്. ഇന്ന് കുടുംബബന്ധങ്ങളൊക്കെ വാട്സപ്പിലും അതേപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ട് കുടുംബബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയി സന്ദർശിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഖിയാമുൽ ലൈൽ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലാഹു തആല അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.